Hi all, today's class is about transposition. എന്താണ് ട്രാൻസ്പോസിഷൻ, എങ്ങനെയാണ് ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സോ നമുക്ക് ഈ വീഡിയോയിലൂടെ ട്രാൻസ്പോസിഷൻ എന്താണെന്നും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും ഡിസ്കസ് ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള ഇമെയിൽ ഐഡിയിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് എക്സാമ്പിൾസോട് കൂടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് ട്രാൻസ്പോസിഷൻ. Transposition is an application of changing the lens power from one to another. It is used to convert one form to another, usually plus to minus. Okay, ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെൻസിൻ്റെ പവർ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലോട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലസിൽ നിന്നും മൈനസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, മൈനസിൽ നിന്നും പ്ലസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. യൂഷ്വലി പ്ലസ് ടു മൈനസ് ആണ്. ഓക്കെ, ദെൻ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് സിമ്പിൾ ട്രാൻസ്പോസിഷൻ. എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത്? ഓക്കെ, സിമ്പിൾ ട്രാൻസ്പോസിഷനിൽ 3 സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 1, സം. Add the sphere and cylinder powers to determine the new sphere power. അതായത് സ്ഫിയർ പവറും സിലിണ്ടറിക്കൽ പവറും എന്ത് ചെയ്യുന്നു? നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് another പവർ, another spherical പവർ. ഓക്കെ, സ്ഫിയർ പവർ, മറ്റൊരു സ്ഫിയർ പവർ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, സ്ഫിയർ പവറും സിലിണ്ടറിക്കൽ പവറും നമ്മൾ ആഡ് ചെയ്യുന്നു. ആൻഡ് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു പുതിയ സ്ഫിയർ പവർ കിട്ടുന്നു. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2, സൈൻ. ഓക്കെ, ചേഞ്ച് ദ സൈൻ ഓഫ് ദി സിലിണ്ടർ. യെസ്, നമുക്കറിയാം സിലിണ്ടറിൻ്റെ സൈന് എന്താണോ ആ ഒരു സൈനിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 2ൽ ചേഞ്ച് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്ലസ് സിലിണ്ടറിനെ നമ്മൾ മൈനസ് സിലിണ്ടറിലോട്ട് ചേഞ്ച് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് 2. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് 3. ഓക്കെ, ആക്സിസ്. ചേഞ്ച് ദ ആക്സിസ് ബൈ 90 ഡിഗ്രി. നമുക്കറിയാം സിലിണ്ടറിക്കൽ പവറിന് ആക്സിസ് വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ പവറിൻ്റെ ആക്സിസ് ഏതാണോ ആ ആക്സിസ് 90 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. എക്സാമ്പിൾ 180 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? 90 ആയിരിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിമ്പിൾ ട്രാൻസ്പോസിഷൻ നമുക്ക് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 1. ഓക്കെ, ട്രാൻസ്പോസ് -3D സ്ഫിയർ പ്ലസ് 2D സെൽ ഇൻറ്റു 30 ഡിഗ്രി. സ്റ്റെപ്പ് 1 നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം add the sphere and cylindrical power and then we will get another new sphere power. Right. So -3D സ്ഫിയറും പ്ലസ് 2D സെല്ലും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ -3 പ്ലസ് 2 അല്ലേ, എന്ത് കിട്ടും? -1 കിട്ടും. ആൻഡ് സ്റ്റെപ്പ് 2ൽ എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ദി സൈൻ ഓഫ് ദി സിലിണ്ടർ അല്ലേ. സിലിണ്ടർ പവറിൻ്റെ സൈൻ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഹിയർ സിലിണ്ടറിക്കൽ പവർ ഈസ് പ്ലസ് 2. സോ അത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് -2. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3. ചേഞ്ച് ദ ആക്സിസ് ബൈ 90 ഡിഗ്രീസ്. 120 ഡിഗ്രി ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? 90 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം എന്നാണ്. സോ ഇവിടെ നമ്മളുടെ സിലിണ്ടറിക്കൽ പവറിൻ്റെ ആക്സിസ് എത്രയാണ്? 30 ആണ്. സോ 13 ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 13 പ്ലസ് 90 എത്ര വരുന്നു? 120 ഡിഗ്രി. ഓക്കെ, സോ ദ ട്രാൻസ്പോസ്ഡ് പ്രിസ്ക്രിപ്ഷൻ എന്താണ്? -3D സ്ഫിയർ പ്ലസ് 2D സെൽ ഇൻറ്റു 13 ഡിഗ്രി നമ്മൾ സിമ്പിൾ ട്രാൻസ്പോസ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടും? -1D സ്ഫിയർ -2D സെൽ ഇൻറ്റു 120 ഡിഗ്രി. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ആൻഡ് വി ക്യാൻ ഡിസ്കസ് another example. Transpose -3D sphere -2D cell into 30 degree. So, step 1, add the sphere and cylindrical power to determine the new sphere. So, -3 plus -2, we will get -5. Okay. Then step 2, change the sign of the cylinder. So, here, cylindrical power is -2. The sign is minus. We want to change the sign of that power. So, we will get +2. Okay, that +2 is the cylindrical power. And step 3, we can
change the axis by 90 degree. So here 30 is the axis and we want to change that. 13 plus 90, we will get 120 degree. Transposed prescription is minus 5 d sphere plus 2 d cell into 120 degree. Okay, this is the another example of the transposition. So simple transposition is very easy. എങ്ങനെയാണ് ഒരു സിമ്പിൾ ട്രാൻസ്പോസിഷൻ ചെയ്യുന്നത്, എന്താണ് സിമ്പിൾ ട്രാൻസ്പോസിഷൻ എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.